ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാനസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ, ദാസോഹം തവ കേശവ, ദാസോഹം തവ കേശവ. ഓം നമോ നാരായണായ. വർണ്ണാശ്രമധർമ്മ നിരൂപണം. ബ്രഹ്മചര്യത്തിനായി ചെന്നു ഗുരുകുലേ നിർമ്മല ഭക്തനായി സദ്ഗുരുവന്ദ്യനായി അല്പനഹമെന്നും ഭൃത്യനായി ശാന്തനായി ഉൾപ്പൂവിലേറ്റവും സദ്ഗുരുബന്ധുവായി സന്ധ്യകളിൽ ഗുരുവർക്കാഗ്നി ഭൂസുരവൃന്ദേശ്വരരെയും വന്ദിച്ചു ബ്രഹ്മോഹമെന്നു നിനച്ചു ജപം ചെയ്തു വേദങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടീടു സ്വാധ്യായവാൻ. വന്ദനം ചെയ്ക പാടാദ്യന്തവും ഗുരു തന്നെയും സജ്ജനമായുള്ളവരെയും വസ്ത്രാജിന ദണ്ഡുമേഖലയും ജഡയത്രയും നല്ല കമണ്ഡലു ദർഭയും നന്നായി ധരിച്ചുദയാസ്തമയങ്ങളിൽ ചെന്നു താൻ ഭിക്ഷയെടുത്തു ഗുരുവിനെ വന്ദിച്ചു പൂജിച്ചു സദ്ഗുരോരാജ്ഞയാ നന്നായി താൻ മിതഭുക്കായി ഭുജിക്കയും നന്നായി സുശീലനായി നല്ലാർമണികളെ മുന്നിലും കാണാതെ തൽക്കഥയോർക്കാതെ വാണിയിട വേണം. അല്ലായിലാജ്യഘടം കാണിക്ഷണം അഗ്നിവെല്ലും കണക്കിനെ. ബ്രഹ്മചര്യവ്രതം തന്നെ തരുണിമാർ കൽമഷം ചേർത്തു ജയിക്കുമേ കാണുകിൽ. അമ്പകൂട വസിച്ചിടും ഗൃഹത്തിങ്കൽ ബ്രഹ്മചാരി വസിച്ചിടരുതെന്നത്രേ. അമ്പകൂട വസിച്ചിടും ഗൃഹത്തിങ്കൽ ബ്രഹ്മചാരി വസിച്ചിടരുതെന്നത്രേ. രോമനഖങ്ങൾ അറുക്കരുതെന്നുമേ ആൺമയാ കണ്ണിൽ മഷിയെഴുതിയിടൊല അഭ്യംഗവും നാരിമാർ വിലോകാമിഷമദ്യ സംഭാവം ഇവ കഴിച്ചിടൊല. ഗന്ധമാല്യാനുവിലേപനാലങ്കൃത ബന്ധനം ചെയ്കൊല മുഖ്യവ്രതമതിൽ ഈശ്വരൻ സർവഗനെന്നു നിനയ്ക്കയും
വിശ്വത്തിലെല്ലാ ജനത്തിനും വേണമേ. ഈശ്വരൻ സർവജഗൻ എന്നു നിനയ്ക്കയും വിശ്വത്തിലെല്ലാ ജനത്തിനും വേണമേ. ഈശാവാസ്യമിതം സർവം. ഈശ്വരൻ സർവകൻ എന്നു നിനയ്ക്കയും വിശ്വത്തിലെല്ലാ ജനത്തിനും വേണമേ. ഇങ്ങനെ വാണു വേദങ്ങൾ ഉപനിഷത്തിങ്ങു വേണ്ടുന്നവ ശീലിക്ക വേണമേ. പിന്നെ ഗുരുവിനഭീഷ്ടമാം ദക്ഷിണ നന്നായി കഴിക്കയും വേണം ഗുരുഭക്ത്യാ. ബ്രഹ്മചര്യത്തിൽ നിന്നന്യേ മൂന്നാശ്രമം തന്നിലേതിച്ഛയെന്നാൽ അതിലാകില. നാലാശ്രമങ്ങളിലേതിലിരിക്കലും നാലുവേദപ്പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണം എന്നുള്ളിൽ കരുതി വാണിയിടണമേ വരും. നാലാശ്രമങ്ങളിലേതിലിരിക്കലും നാലുവേദപ്പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണമെന്നുള്ളിൽ കരുതി വാണിയിടണമേ വരും. നാലുവേദപ്പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണമെന്ന് ഉള്ളിൽ കരുതി വാണിയിടണമേ വരും. നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ടു നാലാം പുരുഷാർത്ഥമോക്ഷം ലഭിക്കുന്നു. വാനപ്രസ്ഥൻ ഋഷിലോകം ഗമിച്ചിടും താനേ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്കയല്ലാതെ കാർഷപക്വങ്ങളും ഭക്ഷിക്കരുത് അഗ്നിപക്വങ്ങളും ഒന്നും. വന്യങ്ങളാലേ ചെറുപുരോടാശവും വന്യയിൽ ഹോമിക്ക വേണം വിധി പോലെ. നന്നല്ലിരുന്നു പഴയവയൊന്നുമേ അന്നാദി ഉന്നയിക്കേണം നവം നവം. അഗ്നിപ്രയോജനത്തിനു ഗുഹകളും വിഘ്നമെന്നേ പർണശാലയുമാകില. നീഹാരവാദ വർഷാതപങ്ങൾ സഹിച്ചാകുലഹീന വിരുന്നീടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം ജഡപൂണ്ടു സന്യസ്തനായി നഖരോമ മറുക്കൊല. ദണ്ടും കമണ്ടലുവെന്നിവ കൈക്കൊണ്ടു ദണ്ടും കമണ്ടലുവെന്നിവ കൈക്കൊണ്ടു ദണ്ഡമെന്നി ഏകവത്സരം നാലുമാം അഷ്ടമം ദ്വാദശവത്സരമെങ്കിലും പുഷ്ടമോദത്തോടനാമയമായിക്കൊണ്ടു വിഘ്നമെന്നേ അഗ്നി ആത്മാവിലർപ്പി ഇന്ദ്രിയജാലമിവറ്റിൻ അധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ചു. ദൈവിക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു. നിശ്ചലജ്ഞാന യോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ചു ധ്യാനിച്ചു. കൗപീനദണ്ഡാദിയൊക്കെയും ത്യക്വാ മഹീതലേ. ഗ്രാമാതിദിക്കിലും ഒക്കെ നടക്കയും വേണം ഭയം വിനാ. ദുസ്തർക്കഹീനയായി വായുബുഭുക്ഷനായി സത്സംഗിയായി ആത്മപത്മാശ്രിതനായി പുസ്തകാഭ്യാസ ശയന വ്യാഖ്യാനവുമിദ്ധം സമസ്തമാരംഭമതും വിട്ടു ശാന്തനായി വ്യക്തമവ്യക്ത സ്വരൂപനായി ശാന്തജളബധിരാന്ധമൂകൈ സമം ബുദ്ധിമാനായി നടക്കയും വേണമേ. സിദ്ധം ഇതിനൊരുദാഹരണം കേൾക്ക. പണ്ടു പ്രഹ്ലാദനും ഭൃത്യരോടൊന്നിച്ചു തെണ്ടി നടന്നുപോയി സഹ്യാചലസേനീ. മുഖ്യയാം കാവേരി തീരെ നടക്കുമ്പോൾ മുഖ്യനായേടും അജഗരമാമുനി തന്നെയും കണ്ടു നിനച്ചു ദൈത്യാധിപൻ. ഇന്നിവനേറ്റം പ്രസന്നൻ തപോനിധി ദീർഘകായകൻ മഹാദീപ്തിമാൻ ആനന്ദതൻ. ദീർഘബാഹു മഹാധന്യൻ നിരാഹാരി വർണ്ണാശ്രമം കൊണ്ടറിഞ്ഞുകൂടാതവൻ. വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണയം. ഏവം നിനച്ചു മഹാവിഷ്ണു ഭക്തനാം ദേവാരിവംശജൻ പ്രഹ്ലാദനും ഭക്ത്യ വന്ദിച്ചു പൂജിച്ചു ചോദിച്ചു മാമുനി തന്നോട് മാധുര്യവാച വഴി പോലെ. ധന്യനായോ വേ ധനം ധാന്യമാദിയാൽ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും. ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയാം ധന്യനിധികളെപ്പോലെ മഹാസുഖി. നിന്നുടെ ദേഹസുഖഗുണം ഓർക്കുമ്പോൾ മന്നിലുള്ളോർക്കു സുഖഹേതുവും ഭവാൻ. നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്തു വന്ദ്യനാം നീ അഭോക്താവു നിരാധാരൻ.
ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നതെങ്ങനെ ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക. ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നതെങ്ങനെ ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക എന്നു ചോദിച്ചതു കേട്ടു മഹാമുനി വന്ന സന്തോഷാമൃതത്തെ പൊഴിച്ചുടൻ നന്ദിച്ചു ചൊല്ലിനാൻ. കേൾക്ക വിഷ്ണുപ്രിയ, മാനുഷർക്കിച്ഛാ സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ. സാക്ഷാൽ ഭഗവാൻ പരാപരനവ്യൻ മോക്ഷതൻ ജ്ഞാനികൾ തന്റെ ഹൃദയത്തിൽ നിന്നു ശോഭിച്ചിടും സൂര്യനെ പോലവേ നിന്നൊരജ്ഞാനാന്ധകാരം കളയുന്നോൻ. മുന്നമേ ഞാൻ കേട്ട പോലെ ദൈത്യാധിപ നിന്നോടു ചൊല്ലുവൻ പാത്രമല്ലോ ഭവാൻ. ജന്മഭോഗേച്ഛയാൽ ഓരോ തരങ്ങളിൽ ജന്മമെടുത്തു ഭോഗങ്ങൾ ഭുജിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം മമ പ്രാപ്തമായി പോയി. മഹാവിഷ്ണുമായയാ പ്രാപ്തമായിപ്പോളിഹ മനുജന്മവും. മർത്യജന്മത്തിൻ്റെ താഴെയുള്ളോർക്കിഹ ചിത്തേ സുരലോക ജന്മമായി തോന്നുമേ. ഐഹിക പാരത്രികത്തിനു ഹേതുവാം ദേഹമിതു നരജന്മമറികടോ. സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും. നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും ജന്മികൾ ചെയ്തു പോരുന്നു നിവൃത്യർത്ഥം. ആയതുകൊണ്ടു ഞാൻ കർമ്മനിവൃത്തനായി ചേതനാത്മാ സുഖം പൂണ്ടിരിക്കുന്നു തേ. കർമ്മനിവൃത്തിയാകും നിതാത്മാ സുഖം. കർമ്മസുഖങ്ങൾ മനോഭ്രമം സ്വപ്നവൽ. സ്വപ്നതുല്യങ്ങളാം കാമസുഖേച്ഛയാൽ മഗ്നനായി പോം അറിയാതെ ആത്മസുഖം. ഏറ്റം ക്ഷണികം വിഷയകർമ്മസുഖമറ്റുറവോടത്. സത്തായി സുഖിപ്പതു നിത്യമല്ലാതെ സുഖസിദ്ധി കൈവരാം. മിഥ്യയാകും മൃഗതൃഷ്ണാജലമെന്നു നിശ്ചയിച്ചായതു ചെന്നു കുടിപ്പതിനിച്ഛിച്ചു വാഴും മൃഗങ്ങൾ പോലെ ഭ്രമം ദൈവവശാൽ വന്നു ദേഹമിതുകൊണ്ടു നിർവിഷയാത്മസുഖം ഭുജിച്ചിടുവാൻ. നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും ആത്മിക ദൈവിക ഭൗതിക താപത്തിൽ ആത്മഭാവപ്പെട്ടിരിക്കുന്ന മർത്യന്റെ. അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥമെന്തോന്നെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ. ഇന്ദ്രിയ നിഗ്രഹം മഞ്ഞുരാഗാദിയാൽ ഛനലോഭം നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹവും അവിശ്വാസവും സർവദാ ദുഃഖമേയുള്ളൂ ധനികൾക്കു. രാജചോരാഗ്നി സ്വജന പശു പക്ഷി യാചക കാലഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയമർത്ഥമായതു മൂലം അനേകം അനർത്ഥം നരന്മാർക്കും. സർവദാ സന്ദേഹവും അവിശ്വാസവും സർവദാ ദുഃഖമേയുള്ളൂ ധനികൾക്ക്. രാജചോരാഗ്നി സ്വജന പശു പക്ഷി യാചക കാലഭേദാദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയം അർത്ഥമായതുമൂലം അനേകം അനർത്ഥം നരന്മാർക്കും. ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ചു ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു. വണ്ടു പെരുമ്പാമ്പ് രണ്ടുപേർ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും ചിത്തേ വിചാരിച്ചെനിക്ക് വൈരാഗ്യവും ഇത്തരം വന്നിതവർ മമ സദ്ഗുരു. പുഷ്പത്തിലുള്ള മധുപനെടുത്തുൾപ്രേമമോട് അന്യപുഷ്പത്തിൽ വച്ചിട്ടു ഒക്കെയും കൂട്ടി ഭുജിക്കാമതെന്നോർത്തു. വെക്കമേ മറ്റന്യപുഷ്പേ ഗമിച്ചിടും അപ്പോഴുത് അന്യമധുപൻ വിരവോടും ഉൾപ്രേമമോടുണ്ടു പോകും മധുവിനെ. ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ടു നേടിവച്ച് അന്യജനം പറിച്ചിടും പല വഴി. പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം നൃണാം. എന്നതുപോലെ പ്രവൃത്തി ആത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. അജ്ഞാനമൂലം സുഖം അറിയായികയാൽ വിജ്ഞാനമെന്നേ പ്രയത്നപ്പെടുന്നിതു. അജ്ഞാനമൂലം സുഖം അറിയായികയാൽ വിജ്ഞാനമെന്നേ പ്രയത്നപ്പെടുന്നിതു.
ആയതുകൊണ്ട് ഭോഗാർത്ഥ പ്രയത്നങ്ങൾ ചെയ്തതു പോരും. നിവൃത്തി ആത്മസുഖം വൃത്തി പ്രവൃത്തിയാൽ രക്ഷിക്ക വേണ്ടതിലെത്തുവാനുള്ളതെത്തും പോകയില്ലവ. ഭീമമാകും പെരുമ്പാമ്പ് കിടക്കുന്നിതാമോദമോട് ഭോഗങ്ങൾ ഭുജിക്കുന്നു. അല്പമായും ബഹുവായും ദിവാനിശം എപ്പോഴെന്നാലും അവമാനമാനേന. ഏതു പ്രകാരത്തിലെങ്കിലതൊക്കെയും ഉൾപ്രേമമോടു സുഖിച്ചു വസിക്കുന്നു. പട്ടുമരപുരി തോലോടു വസ്ത്രങ്ങൾ ഇഷ്ടം ഏതെങ്കിലും കിട്ടിയാൽ സൗഖ്യമാം. പ്രാസാദമെത്തമേലൊട്ടു നിലത്തുമാം വാസാദി ഭസ്മത്തിലാകും കുശയിലും. സ്നാനവിഭൂഷണാലങ്കാരമായിക്കൊണ്ടു മാനമോടെ രഥയാനം ഓരോന്നിലും ഒത്തുനടന്നും ഈ വണ്ണം ഓരോതരം പുഷ്ടമോദം നമസ്കാരം തിരസ്കാരം നിന്ദാസ്തുതികൾ ഇവയൊന്നുമില്ലാതെ എന്നേരവും പരമാത്മാവിൻ ഐക്യത്തെ ഇച്ഛിച്ചു പോരുന്ന എന്നേരവും പരമാത്മാവിൽ ഐക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദം ഉദിക്കുമ്പോൾ ഇച്ഛാദി സർവവും മനസ്സേ അർപ്പിച്ചു ഈശൻ വിരാട്ടിങ്കൽ ഹോമിപ്പതു മനം. വൈകാരികനാം വിരാട്ടിനെ മായയിൽ വൈകാരമായയെ ആത്മാനുഭൂതിയിൽ ഹോമിച്ചു. കായാദ്യലങ്കാരമൊക്കവേ ഹോമിച്ചു നിർഗുണാത്മാവിൽ സമസ്തവും നിർഗുണാതീതമായുള്ള സുഖത്തോടു നിർഗമിക്കുന്നു. സുഖാത്മാവതായി ഞാൻ എത്രയും ഗൂഢം മമ സുഖമാമിതു മുക്തമായി ഭവാൻ തന്നോടിതൊക്കെയും. ഭക്തപ്രവരരിൽ മുമ്പനല്ലോ ഭവാൻ മുക്തി സുഖത്തിൽ പരമില്ല മറ്റൊന്നും. ഇത്തരം മാമുനി ചൊന്നതു കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദനാനന്ദചിത്തനായി. ഇത്തരം മാമുനി ചൊന്നതു കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദൻ ആനന്ദചിത്തനായി വന്ദിച്ചു പൂജിച്ചു മാമുനി തന്നെയും. നന്നായി തൊഴുത് അമാത്യന്മാരുമായി വന്നു തന്നുട മന്ദിരം ബുക്കു വസിച്ചിതു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കർമ്മികളായിട്ടിരിക്കും ഗൃഹസ്ഥർക്കും നിർമ്മല ഭക്തി വരുവാനരുൾ ചെയ്ക എന്നതു കേട്ടു പറഞ്ഞു മുനീന്ദ്രനും മന്നവനായ ധർമാത്മജനോടിതം. നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാങ്കൽ നല്ലവണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാർ. നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാങ്കൽ നല്ലവണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാർ. സജ്ജന ഭക്തരായി ഈശ്വര സൽക്കഥ അർജുനാത്മാ കേൾപ്പിക്ക ഭക്തിയും. പുത്രധാരാദികൾ ഗാത്രാർത്ഥ വസ്തുക്കൾ നിത്യമല്ലെന്നറിഞ്ഞാശു വൈരാഗ്യവും. മിഥ്യയായിടും പ്രപഞ്ചം സമസ്തവും നിത്യനാകും ഭഗവാൻ മായയാലെന്നും. സൃഷ്ടിസ്ഥിതിലയ ഹേതുക്കളും പിന്നെ കഷ്ടശിഷ്ടങ്ങൾ ഇഹപര വൈരാഗ്യം. ഇച്ചൊന്നതെല്ലാം ഭഗവത് കഥകളെ ഇച്ഛയാ കേൾക്കിലറിവു ഭവിക്കുന്നു. സർവകർമ്മങ്ങളും ഭക്ത്യാ ഭഗവാങ്കൽ ചൊവ്വോടു നന്നായി സമർപ്പിക്കുകയും പിന്നെ ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖം എന്നിതാമോദമോടു തങ്ങൾക്കുള്ള ശക്തിക്കുതക്കവാറേ. യജ്ഞദാനാദി കർമ്മങ്ങളൊക്കെ വിധി പോലെ ചെയ്തു സമർപ്പിക്ക. ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖമെന്നിതാമോദമോടു തങ്ങൾക്കുള്ള ശക്തിക്കുതക്കവാറെ യജ്ഞദാനാദി കർമ്മങ്ങൾ ഒക്കെ വിധി പോലെ ചെയ്തു സമർപ്പിക്ക. ബ്രാഹ്മണൻ തൻ മുഖം ക്ഷേത്രജ്ഞനാം പരമാത്മാവു തന്റെ മുഖമെന്നു കൽപ്പിച്ചും സർവമുഖങ്ങളും ഈശ്വരൻ എന്നതും സർവവും ക്ഷേത്രജ്ഞനാം പരമാത്മാവു വേറെയല്ലെന്നു നിനച്ചു കർമ്മങ്ങളും നേരോടെ ചെയ്തു സമർപ്പിച്ചു ആത്മനി. പിന്നെ വിശേഷമാസം പക്ഷവും ദിനം പിന്നെ സമയം ഋതു അയനങ്ങളും കാലങ്ങൾ എന്നിവ നോക്കി വിധി പോലെ കാലധർമ്മം പരമാത്മാവിലർപ്പിക്ക. പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്കലർപ്പിക്ക.
പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്കലർപ്പിക്ക. പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്കലർപ്പിക്ക. മുഖ്യകാലം, മുഖ്യക്ഷേത്രം, ഗിരിനദി, മുഖ്യതീർത്ഥം, മുഖ്യരാജ്യം, സ്വദേശവും തന്നുടെ പത്തനം മറ്റും ശുഭസ്ഥലം തന്നിലിരുന്നു യജ്ഞങ്ങൾ ചെയ്യണമേ. യജ്ഞം അനേക വിധമെന്നിരിക്കലും യജ്ഞങ്ങൾ 5 വിധത്തിലടങ്ങുമേ. മാനുഷ്യവും പൈത്രഭൗത ദൈവം ബ്രാഹ്മം എന്നിവ 5 മുഖ്യം ജ്ഞാനയജ്ഞമാം. ജ്ഞാനയജ്ഞം ബ്രഹ്മയജ്ഞമെന്നാകുന്നു ജ്ഞാനേന മുക്തിസിദ്ധ്യർത്ഥം സമസ്തവും. ജ്ഞാനയജ്ഞം ബ്രഹ്മയജ്ഞമെന്നാകുന്നു ജ്ഞാനേന മുക്തിസിദ്ധ്യർത്ഥം സമസ്തവും. യജ്ഞങ്ങൾ ചെയ്തു ഭഗവാങ്കൽ അർപ്പിക്ക. അജ്ഞാനനാശനത്തിനതു വേണമേ. യജ്ഞങ്ങൾ ചെയ്തു ഭഗവാങ്കൽ അർപ്പിക്ക. അജ്ഞാനനാശനത്തിനതു വേണമേ. സജ്ജന ദർശനം എപ്പോൾ അതു നേരം. യജ്ഞസമയം സകലം ശുഭം തന്നെ. ജ്ഞാനികൾ വാഴും സ്ഥലത്തു സർവക്ഷേത്ര നാനാവിശേഷ തീർത്ഥങ്ങൾ ഗുണങ്ങളും ശ്രീ ഭഗവാനും വിരിഞ്ചൻ ശിവൻ മറ്റു ദേവാദി മാമുനിമാരുമിരിക്കുമേ. സർവചരാചരഭൂതാദി ഒക്കെയും കേവലം ജ്ഞാനി എന്നോർത്തു ബ്രഹ്മാർപ്പണം സർവകർമ്മങ്ങളും ചെയ്യുക ഗൃഹസ്ഥന്മാർ. സർവചരാചരഭൂതാദി ഒക്കെയും കേവലം ജ്ഞാനി എന്നോർത്തു ബ്രഹ്മാർപ്പണം സർവകർമ്മങ്ങളും ചെയ്യുക ഗൃഹസ്ഥന്മാർ. സർവം ഫലമായി വരുമെന്നു നിർണയം. സർവകർമ്മം മഹാവിഷ്ണു ഭഗവാനാൽ വിഷ്ണു ഭഗവാങ്കൽ അർപ്പിക്കുകയും ചെയ്യുക. അഗ്രപൂജയ്ക്കു ദേവർഷി ബ്രഹ്മർഷികൾ ഉഗ്രനും ജ്ഞാനിയിൽ ആത്മാവിലും കൊള്ളാം. സദ്ഗുരുവിങ്കലും നാനാർത്ഥവും ഇവ നിർഗുണാത്മാ സർവമെന്നും സമർപ്പിക്ക. അച്യുതൻ തങ്കൽ സമസ്തം സമർപ്പിക്ക നിശ്ചയം. സർവാത്മകനിവൻ താനല്ലോ. വൃക്ഷമൂലേ വളം വെള്ളവും ചേർക്കിലോ വൃക്ഷം സമസ്തം തെളിഞ്ഞു സഫലമാം. ആകയാൽ സജ്ജന പൂർവാർച്ചനത്തിൻ്റെ മീതേ മറ്റില്ല സകലം ഫലിക്കുമേ. സജ്ജന പൂർവാർച്ചനത്തിൻ്റെ മീതേ മറ്റില്ല സകലം ഫലിക്കുമേ. മൃച്ഛിലാദ്യ പ്രതിമാദിയിൽ പൂജിക്കിൽ സിദ്ധിച്ചിടാം ചിരകാലേന മുക്തിയും. ഓരോ പ്രതിഷ്ഠയിൽ അർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവേശ്വരന്മാരിലാമല്ലോ. ശ്രാദ്ധകാലെ പശുഹിംസയരുതല്ലോ. ശ്രദ്ധയാ സദ്ഗുരു തൻ്റെ സ്വജനങ്ങൾ എന്നിവരിൽ ഭഗവാങ്കലും ജ്ഞാനികൾ തന്നിലും അഗ്നവും സമർപ്പണം ചെയ്യുകയും ഇങ്ങനെ ചെയ്യും ഗൃഹസ്ഥാശ്രമികൾക്കു മംഗലജ്ഞാനം ലഭിക്കുകയെന്നീ അർത്ഥം. 4 യുഗത്തിലും 4 വിധമായി കാലാത്മകനെ യജിക്കുകയും വേണമേ. ധ്യാനം കൃതയുഗേ യജ്ഞമാം ത്രേതയിൽ പിന്നേതു ദ്വാപരം തന്നിലാം അർച്ചനം. കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നതു ആർത്തി വിനാശന സേവകൾ ഇങ്ങനെ. ധ്യാനം കൃതയുഗേ യജ്ഞമാം ത്രേതയിൽ പിന്നേതു ദ്വാപരം തന്നിലാം അർച്ചനം. കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നതു ആർത്തി വിനാശന സേവകൾ ഇങ്ങനെ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സന്യാസി തന്നുടെ ധർമ്മം ശമദമം അന്യാത്മഭാവം നിനയ്ക്കരുതൊട്ടുമേ. ജ്ഞാനസമ്പന്നനായി സർവധർമ്മങ്ങൾ തൻ ജ്ഞാനമുണ്ടാകയും വേണമേ മുമ്പിനാൽ. ധർമ്മവിധർമ്മ പരധർമ്മവും പിന്നെ നന്നായി ഉപധർമ്മ ശബ്ദവിധർമ്മവും എന്നിവ 4 മുന്നേതു ധർമ്മം ഇതിന്നന്യമായുള്ളതാകും വിധർമ്മവും. അന്യവസ്തുക്കളിൽ നിന്നു പരന്മാരിൽ നിന്നറിയുന്നതാകുന്നു പരധർമ്മം. തന്നുടെ ബുദ്ധിയാൽ ശാസ്ത്രാർത്ഥജ്ഞാനങ്ങൾ നന്നായി അറിയുന്നതാം ഉപധർമ്മവും. താൻ പറയുന്നതു സാധിക്ക വേണമെന്നൻപോട് സിദ്ധാന്ത ശബ്ദം വിധർമ്മമാം. ഇങ്ങനെ ധർമ്മങ്ങളെല്ലാം അറിഞ്ഞിട്ടു മംഗലാത്മാവായി ഭവിക്ക സന്യാസവാൻ.
ജീവാത്മഭേദം പരമാത്മഭേദവും കേവലം നന്നായി വിചാരിച്ചറിഞ്ഞിട്ടു നിർഗുണാത്മാവിങ്കൽ ഐക്യം മനസ്സിനങ്ങെപ്പോഴും അംഗീകരിച്ചിരുന്നീടണം. തൃഷ്ണ ത്രിഗുണമയങ്ങളാമേഷണം വിഷ്ണുഭക്ത്യാ കളയുന്നു വിദ്വജ്ജനം. തൃഷ്ണ ത്രിഗുണമയങ്ങളാമേഷണം വിഷ്ണുഭക്ത്യാ കളയുന്നു വിദ്വജ്ജനം. തൃഷ്ണ ത്രിഗുണമയങ്ങളാമേഷണം വിഷ്ണുഭക്ത്യാ കളയുന്നു വിദ്വജ്ജനം. നാരായണ ഭക്തിയില്ലാതവരുടെ വൈരാഗ്യ സർവകർമ്മങ്ങളും നിഷ്ഫലം. ആനയ്ക്കു സ്നാനത്തിനാൽ എന്തു ശുദ്ധിയും സ്നാനസുഖം പാംസുകൊണ്ടേ വരൂ ദൃഢം. ആനയ്ക്കു സ്നാനത്തിനാൽ എന്തു ശുദ്ധിയും സ്നാനസുഖം പാംസുകൊണ്ടേ വരൂ ദൃഢം. കാരണാത്മാവാം അരൂപനാം വിഷ്ണുവെ പാരിൽ നരനെന്നറിയുന്നു മൂഢരും. നിത്യം നിയമാദി കൊണ്ടു ഷഡ്വർഗത്തെ മിഥ്യയാക്കി തെളിയുന്നു വിജ്ഞാനികൾ. മായയാ വന്ന സംസാരഭേദങ്ങളും കായാദി സർവവും സത്യമെന്നോരോന്നായി ചൊല്ലുന്ന പൂർവശാസ്ത്ര പടലങ്ങളെ നിന്ദിച്ചനർത്ഥമെന്നോർത്തിവയൊക്കെയും സത്യമല്ലെന്നു ത്യജിച്ചു വൈരാഗ്യത്താൽ നിത്യമാം ആത്മയോഗത്തെ ധരിക്കുന്നു. നിത്യമാം ആത്മയോഗത്തെ ധരിക്കുന്നു. ഇങ്ങനെയുള്ളവൻ ചെന്നു വിവിക്തമാം മംഗലദേശം പ്രവേശിച്ചു ഭിക്ഷുവായി ഭിക്ഷാന്നമാത്രേണ വൃത്തിയും രക്ഷിച്ചു ശിക്ഷയാ ശുദ്ധസ്ഥലത്തിൽ വീരാസനം കൈക്കൊണ്ടു കായം നിവർന്നിരുന്ന അൻപോട് മുഖ്യമാം പ്രാണായാമം ചെയ്തു രേചക പൂരക കുംഭകം എന്നിവറ്റക്കൊണ്ടു നേരെ നിർത്തി മനക്കാമാദിയൊക്കെയും ത്യക്വാപി നാസാപുടദ്വയാഗ്രേ ദൃഷ്ടി നിർത്തി മനസന്യദിക്കിനു പോകാതെ ഉൾക്കമലത്തിൽ നിർത്തുന്ന പ്രജ്ഞാനത്തെ ഈ ക്രമം ബ്രഹ്മണി ചേർക്കുന്നു ജ്ഞാനത്തെ. ഇങ്ങനെ അഭ്യസിച്ചിടുന്ന യോഗികൾ മംഗലമുക്തി ചേരുന്നു കാലാന്തരാൽ. വന്യകാഷ്ടത്തെ ദഹിച്ചുടൻ മുക്തനായി ഭിന്നം അഭിന്നവുമാകാത്തതുപോലെ മുന്നമേ ചൊല്ലിയ യോഗിക്കു മോക്ഷമിതന്യേ പുനർജന്മമുണ്ടാകയുമില്ല. യോഗിക്കു മോക്ഷം ഇതന്യേ പുനർജന്മമുണ്ടാകയുമില്ല. മുന്നമേ സന്ധ്യജിച്ചോരൈഹികപരം പിന്നെ വന്യാശനമൂത്രപുരീഷവൽ ഇച്ഛിക്കയില്ല ബുധനായിരിപ്പവൻ നിശ്ചയിക്കും നിതാത്മാവായ രൂപമായി ദേഹേന്ദ്രിയങ്ങളാം. ഇച്ഛിക്കയില്ല ബുധനായിരിപ്പവൻ നിശ്ചയിക്കും നിതാത്മാവായ രൂപമായി. ആത്മാവു തന്നെ ദേഹേന്ദ്രിയങ്ങളായി ആത്മനി അജ്ഞാനികൾ അറിയുന്നിതു. കർമ്മം കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമം പോലെ നിർമ്മല ബ്രഹ്മചര്യം വിട്ടവൻ പോലും വാനപ്രസ്ഥാശ്രമ ചിന്തനം ചെയ്യുമോ? ശാന്തയതിക്കെന്തു തുഷ്ടി ദേഹേന്ദ്രിതേ. വാനപ്രസ്ഥാശ്രമ ചിന്തനം ചെയ്യുമോ? ശാന്തയതിക്കെന്തു തുഷ്ടി ദേഹേന്ദ്രിയേ. ശാന്തയതിക്കെന്തു തുഷ്ടി ദേഹേന്ദ്രിയേ. ഇത്തരം ചിന്തിച്ചു സർവവർണാശ്രമമസ്ഥിരം മായയാ തോന്നുന്ന മൂഢത എന്നറിഞ്ഞങ്ങനെ സർവവിരക്തനായി ധന്യനാം യോഗി ശരീരത്തിൽ ഇച്ഛയാ ആത്മാവിനെ അറിഞ്ഞിടും ജനങ്ങളും ആത്മദേഹം ഭരിച്ചിടുന്നതെന്തിനാൽ? ദേഹമാകും രഥം വാജികൾ ഇന്ദ്രിയമാകന്ത മാനസമായതു വായ്ക്കയർ പഞ്ചതന്മാത്രകൾ തേർവീധി സാരഥി ചഞ്ചലമില്ലാതെ ബുദ്ധിയാകുന്നതും പ്രാണങ്ങൾ അക്ഷം അധർമ്മധർമ്മങ്ങളും കാണുക തേരുരുളായത് അഭിമാനം തേരാളിയായതു ജീവൻ ധനുസ് അതും ആയാസമാം പ്രണവം ശരമാകുന്നു. ബ്രഹ്മമാകുന്നതു ലക്ഷ്യമെന്നാകയാൽ ബ്രഹ്മലക്ഷ്യത്തോടു ചേർന്നതു മുക്തിയും മുക്തിക്കു വിഘ്നം വരുത്തുവാനായുള്ള ശത്രുക്കൾ രാഗാദ്യ അഭിമാനവൃത്തികൾ. ശത്രുക്കളെ ജയിപ്പാനുള്ള മുഖ്യന്മാർ ശക്തിയാം സാത്വിക വൃത്തികളാകുന്നു. സാത്വികരാം ശമാദ്യന്മാർ പലപ്പോഴും ശത്രുക്കളെ ജയിപ്പാൻ തുനിയും വിധവും
സാത്വികമാം ഗുണദേഹരഥം വന്നു സിദ്ധിക്കുമല്ലോ ഭഗവതനുഗ്രഹാൽ. ഭക്തിയാകും ബലം ജ്ഞാനമാം വാളിനാൽ ശത്രുക്കളവെന്നു സ്വസ്ഥാത്മരാജ്യത്തിൽ പുക്കു സുഖിക്കാം. അതല്ലയായികൾ തന്നിൽ പുക്കു വിഷയദസ്യുക്കൾ ശത്രുക്കളായി കൂടി വലിച്ചന്ധകൂപ സംസാരത്തിൽ ചാടിക്കുമല്ലോ രഥത്തോടുകൂടവേ. ഭക്തിയാകും ബലം ജ്ഞാനമാം വാളിനാൽ ശത്രുക്കളവെന്നു സ്വസ്ഥാത്മരാജ്യത്തിൽ പുക്കു സുഖിക്കാം. അതല്ലയായിൽ തന്നിൽ പുക്കു വിഷയദസ്യുക്കൾ ശത്രുക്കളായി കൂടി വലിച്ചന്ധകൂപ സംസാരത്തിൽ ചാടിക്കുമല്ലോ രഥത്തോടുകൂടവേ. കള്ളരായുള്ള വിഷയരാഗാദികൾ ഉള്ളിൽ കടന്നു വശത്താക്കും ആത്മാവെ. കള്ളരെ തള്ളി പുറത്താക്കി ശിക്ഷിപ്പാനുള്ള ബലഭക്തി ജ്ഞാനമാം വാളുമായി കള്ള വിഷയങ്ങളെ കളയുന്നിതു. ഭാരതഖണ്ഡവും മാനുഷജന്മവും നാരായണനാം നരകവിനാശനം. വേദശാസ്ത്രങ്ങൾ വിവിധമാകുന്നിതു ഭേദം പറയും പ്രവൃത്തിയും നന്യത്തു. ഭേദം ത്യജിപ്പാൻ നിവൃത്തിശാസ്ത്രമെന്നു വേദങ്ങൾ രണ്ടു വിധമാകും. ഇങ്ങനെ ഹിംസ ചെയ്വോന്നു ദ്രവ്യകാമമോഹവും ദർശവും ശാന്തി മാസോപവാസം പിന്നെ നന്നു ചാതുർമാസ്യം സോമയാഗം പിന്നെ നന്നായി പശുമേധ ഹോമവും ക്ഷേത്രവും ആരാമകൂപ തടാകാദി കൊണ്ടും അങ്ങോരോ വിധം ജീവഭോഗ സുഖത്തിനായി ഏവം പറയുന്നതെല്ലാം പ്രവൃത്തിന്നേവം നിവൃത്തിശാസ്ത്രത്തെ പറയുന്നു. ഇന്ദ്രിയ പ്രാണാദധിഷ്ഠാന ദേവകൾ പിന്നെ ജീവേശ്വര വൈകാരികത്തെയും ഓംകാര ബിന്ദുനാഥം മഹാപ്രാണനും ശങ്കയന്യേ ജ്ഞാനദീപേ സമർപ്പിക്ക. ശങ്കയന്യേ ജ്ഞാനദീപേ സമർപ്പിക്ക. പിന്നെയും പൂർവാപരങ്ങൾ വർണ്ണങ്ങളായി നിന്നിടും അക്ഷരാദ്യങ്ങൾ സമസ്തവും ഓംകാരമാത്രയിൽ ഓംകാര ബിന്ദുവിൽ ബിന്ദുനാദത്തിങ്കൽ നാദവും പ്രാണങ്കൽ പ്രാണൻ മഹാപ്രാണമേവമഗ്നിപ്പുന. സോമനിൽ സോമനും സൂര്യങ്കലും സന്ധ്യ ഏവമെല്ലാം ഗുണങ്ങൾ വിരാട്ടിങ്കലും കേവലാത്മാവായ തുര്യത്തിലൊക്കെയും നന്നായി സമർപ്പണം ചെയ്യുന്നതു തന്നെ ദേവയാനം. നിവൃത്തിശാസ്ത്രമെന്നതും ദേവയാനത്തെ അറിയുന്ന വിദ്വാൻമാർ ധൂമമാർഗമിതെന്നായി ത്യജിച്ചിടും. ദീപമാർഗം ജ്ഞാനകാണ്ഡം ഗ്രഹിക്കുന്നു. ദീപമാർഗം ജ്ഞാനകാണ്ഡം ഗ്രഹിക്കുന്നു. ആദ്യന്തമില്ലാതെ അനാമയമായി കൊണ്ടു വേദ്യമല്ലാതെ പരമം പരബ്രഹ്മം ജ്യോതിസ്സുകൾക്കു പ്രധാനമാകുന്നത് ചേതസി കണ്ടു തെളിഞ്ഞിരിക്കും അവർ. തന്നെ ആത്മനി നാനാവദുർഘടമെന്നുള്ള മായാവികാര ദ്വൈതഭ്രമം തോന്നുകയില്ല. സുഖാത്മന്യദ്വൈതങ്ങൾ തോന്നുന്നതുണ്ടെന്നു മൂന്നു വിധമല്ലോ. ദ്രവ്യാദ്വൈതം ക്രിയാദ്വൈതവും പിന്നേതു ഭാവാദ്വൈതം. ഇതിൽ താനെന്നു തോന്നിയിട്ടു നിൽക്കുന്നതിനെ ഭാവാദ്വൈതം എന്നതും. വാക്കും മനസ്സും ശരീരമാദ്യങ്ങളായൊക്കെ പരബ്രഹ്മമായതിലർപ്പിക്ക. ഇച്ഛൈവതു താൻ ക്രിയാദ്വൈതമായത്. പുത്രമിത്രാർത്ഥ കളത്രമിത്യാദികൾ നിത്യചിത്തം ദ്രവ്യാദ്വൈതമെന്നാകുന്നു. ഇച്ചൊന്ന മൂന്നു ദ്വൈതങ്ങൾ സമസ്തവും വിദ്വാൻ ഗുണാതീതമായൊരാത്മാവിങ്കൽ അർപ്പിച്ച് നിത്യവും സന്തുഷ്ടനായിക്കൊണ്ട് ചിത്തവും നിർവികാരാത്മാവിൽ ഐക്യത്താൽ ചിത്തവികാര സംബന്ധമില്ലാത്മനി കല്ലുമുള്ളിത്യാദി ബന്ധഹേതുക്കളാലില്ല ദുഃഖം. ചെരുപ്പിട്ടു നടപ്പോർക്ക് കല്ലുമുള്ളിത്യാദി ബന്ധഹേതുക്കളാലില്ല ദുഃഖം. ചെരുപ്പിട്ടു നടപ്പോർക്ക് അന്യമാത്മാ തനിക്കില്ലായകയാൽ ഓരോന്നന്യമായുള്ളത് അനിത്യമസദ്വസ്തു. ബ്രഹ്മപ്രളയെ ജീവാത്മാക്കൾ വാസനാബ്രഹ്മണിലീനമായി നിൽക്കും അനാദിയായി. ബ്രഹ്മോഹമെന്നതും ഈശോഹം ജീവോഹം കൽമഷാകാര ദേഹോഹം എന്നിങ്ങനെ നന്നായി നിനച്ചിരിക്കുന്ന മനസ്സിനെ ചൊല്ലും അനാദ്യ വിദ്യാമായ എന്നതും. ചൊല്ലും അനാദ്യ വിദ്യാമായ എന്നതും. നിർഗുണാത്മാവഹം എന്നുള്ള വിദ്യയാ നിർഗമിച്ചിടും അവിദ്യയും മായയും. നിർഗുണാത്മാവഹം എന്നുള്ള വിദ്യയാ നിർഗമിച്ചിടും അവിദ്യയും മായയും. നിർഗുണാത്മാവഹം എന്നുള്ള വിദ്യയാ നിർഗമിച്ചിടും അവിദ്യയും മായയും.
ആകയാൽ ജീവനു മുക്തി വരുവാനായി ഏകമാം വിദ്യാർത്ഥ സിദ്ധി വരുത്തുവാൻ വർണ്ണഭേദം മഹാശക്തിയും കൽപ്പിച്ചു നിർണയം ഭക്തി ഉറപ്പതിനാകുന്നു. നല്ല നിയമവും കാലദേശങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്തർപ്പിക്ക സജ്ജനെ. നിഷ്കാമകർമ്മവും ചെയ്തു മഹൽപദേ ഒക്കെ സമർപ്പിക്ക വേണം ഗൃഹസ്ഥന്മാർ. എന്നതുകൊണ്ടു ദേഹാഭിമാനം പോയി വന്നുകൂടും നല്ല സജ്ജന സംസർഗം. ആയതിനത്രേ ഗൃഹസ്ഥാശ്രമ വിധി കായാത്മബുദ്ധി ശൂദ്രനെന്നു ചൊല്ലുന്നു. ആയതിനത്രേ ഗൃഹസ്ഥാശ്രമ വിധി കായാത്മബുദ്ധി ശൂദ്രനെന്നു ചൊല്ലുന്നു. ബ്രഹ്മചാരി വൈശ്യൻ ജീവോഹഭാവമാം സജ്ജന സംഗമം കൊണ്ടു സദ്ഭക്തിയും അർജുനാത്മാബുദ്ധി സദ്ഗുരു ലാഭവും സൽക്കഥാശ്രാവണം പിന്നെ മനനാദി ഉൾക്കാമ്പിൽ ആത്മാവിൽ ഭക്തി വിവേകവും വന്നുകൂടും വിദ്യയാ സദ്ഗുണങ്ങളും എന്നതിനായി ബ്രഹ്മചര്യ നിയമനം. ബ്രഹ്മചര്യത്തിനാൽ ജീവോഹവും പോകും. വിദ്യാവിചാരമാം ബ്രഹ്മചര്യം നിന്നു സദ്യോ ഭവിക്കും ശമതമാദ്യങ്ങളും വൈരാഗ്യവും പ്രപഞ്ചത്തിൽ അനിച്ഛയും വേദാദി സർവം മനോനാശനത്തോളം ആയതുകൊണ്ടു ബ്രഹ്മാത്മാനുസന്ധാനം ന്യായമാകുന്നതു വാനപ്രസ്ഥാശ്രമം. വാനപ്രസ്ഥം ബ്രഹ്മചിന്തനമാം തപം ആയത് ക്ഷത്രിയനെന്നു ചൊല്ലുന്നതു. വാനപ്രസ്ഥം ബ്രഹ്മചിന്തനമാം തപം ആയതു ക്ഷത്രിയനെന്നു ചൊല്ലുന്നതു. ഈശ്വരോഹത്വവും പോകും തപസ്സിനാൽ. വിശ്വസിക്കും പരമാത്മാവിദേകമായി. പിന്നെ ആത്മാവും അനാത്മാവും എന്നുള്ള ഭിന്നത കൊണ്ട് വിചാരിച്ചു ബ്രഹ്മമായി താനെന്നറിയുന്നു ബ്രാഹ്മണനാമവൻ. ബ്രഹ്മമായി താനെന്നറിയുന്നു ബ്രാഹ്മണനാമവൻ. ആത്മാവിനെ നിർഗുണാത്മാവതായി കണ്ടു ആത്മനി ഭേദമഭേദ സങ്കല്പവും വിട്ടുകൊള്ളേണം. ഇത് മഹാസന്യാസം. ആത്മനി ഭേദമഭേദ സങ്കല്പവും വിട്ടുകൊള്ളേണം. ഇത് മഹാസന്യാസം. കഷ്ടബന്ധം പോയി മുക്തി വരുന്നതും ബ്രഹ്മമഹം എന്ന ഭാവമൂലം കൊണ്ട് ബ്രഹ്മകർമ്മങ്ങൾ ചെയ്തിടുക ബ്രാഹ്മണൻ. ഈശോഹം എന്നതുകൊണ്ടിഹ ക്ഷത്രിയൻ. ഈശ്വരൻ ബ്രഹ്മകർമ്മങ്ങൾ രക്ഷിക്കുക. ജീവോഹം എന്ന വ്യാപാരം നിമിത്തമായി ജീവനം വൈശ്യനു വ്യാപാരമായി വന്നു. ജീവനം വൈശ്യനു വ്യാപാരമായി വന്നു. ദേഹോഹം എന്നതുകൊണ്ടുള്ള ശൂദ്രനും ദേഹാത്മബുദ്ധി കളയുന്നു. മൂവരെ ശുശ്രൂഷ ചെയ്യുകയെന്നിങ്ങനെ ചൊല്ലുന്നിതി ത്രിലോകങ്ങളിൽ സമ്മതം. ഇങ്ങനെ ചൊല്ലിയോരാശ്രമം ഓരോന്നിൽ മാനസം ചെല്ലുന്ന നേരം അതതിൻ ഫലപ്രാപ്തി. നാനാവികാരം അഹങ്കാരമൊക്കെയും ജ്ഞാനത്തിനാൽ തനിക്കില്ലെന്നറിയാതെ നിർവികാരാത്മാ തനിക്കു നാനാഭ്രമം സർവവും മായയാവന്നു ഭവിച്ചിതു. ഏകനു നാലു നാമം വന്നതുകൊണ്ടും ഏകൻ പലതായി ഭവിച്ചതില്ലെങ്ങുമേ. ദേഹോഹം ജീവോഹം ഈശോഹം ബ്രഹ്മോഹം ആഹന്ത നിർഗുണാത്മാവിലൊന്നുമേ. ബ്രഹ്മസ്വഭാവമാകുന്നു പോൽ മായയും ബ്രഹ്മത്തിനില്ല സ്വഭാവങ്ങളൊന്നുമേ. ദേഹോഹം ജീവോഹം ഈശോഹം ബ്രഹ്മോഹമാഹന്ത നിർഗുണാത്മാവിലൊന്നുമേ. ബ്രഹ്മസ്വഭാവമാകുന്നു പോൽ മായയും ബ്രഹ്മത്തിനില്ല സ്വഭാവങ്ങളൊന്നുമേ. സൂര്യസ്വഭാവമാകുന്നിതു രശ്മികൾ. സൂര്യനില്ലെങ്കിലോ രശ്മികൾ നിഷ്ഫലം. രശ്മിയില്ലെന്നാകിൽ സൂര്യനുമില്ലല്ലോ. രശ്മിയും സൂര്യനും രണ്ടല്ല നിർണയം. ബ്രഹ്മം രവി രശ്മിയായതുമായയും ഉഷ്ണസ്വഭാവം ത്യജിപ്പില്ല വന്നിയും. കൃഷ്ണവർമാവന്യ ഉഷ്ണവുമില്ലല്ലോ. വെല്ലം മധുരഗുണം വിട്ടിരിക്കുമോ? ഇല്ല മധുരവും വെല്ലമില്ലെങ്കിലോ. ബ്രഹ്മമൊന്നുണ്ടെന്നിരിക്കും. അതുകൊണ്ടു ബ്രഹ്മവികാര ഭേദങ്ങൾ മായാഭ്രമം. ബ്രഹ്മം ഗുണനിർഗുണാദി ഭേദം വിട്ടു നിർമ്മലമെന്നതറിയുന്നതു നേരം. ജ്ഞാനഭ്രമങ്ങൾ അജ്ഞാനഭ്രമങ്ങളും താനേ നശിച്ചു സദാനന്ദപൂർണമാം ബ്രഹ്മവിഷയമാകുന്നു ജ്ഞാനഭ്രമം. കർമാദിവിഭ്രമം മായാവിഷയവും ഏവം അറിവതിനായിക്കൊണ്ടു ഭക്തിയും ആവിർമുദാ മഹാസേവയും മൂലമായി സർവജനത്തിനും മുക്തി വരുമെന്നു കേവലാത്മാവിൽ അറികടോ മന്നവ. പണ്ടുപബർഹണഗന്ധർവനാമഹം വണ്ടാർ കുഴലിമാരൊത്തു വിമാനത്തിൽ കണ്ട ഭോഗങ്ങൾ അനുഭവിച്ചെങ്ങനെ
കൊണ്ടാടി വാഴുന്ന കാലം യദൃച്ഛയ കുണ്ഠനായി വന്നു മൽക്കർമ്മദോഷത്തിനാലുണ്ടായി ഭവിച്ചിതു ശൂദ്രശരീരവും. അന്നു ഞാൻ ഭക്തീവ മുഖ്യജനങ്ങളാം സന്യാസികളെ ഭജിക്ക നിമിത്തമായി തുഷ്ട്യാ മുനികൾ എനിക്കു തത്വാർത്ഥത്തെ ക്ലിഷ്ടത പോമാറുപദേശവും ചെയ്തു. പിന്നെ ഞാൻ ബ്രഹ്മാത്മജനായി ജനിച്ചുകൊണ്ടിന്നിഹ നാരദനായി ഭവിച്ചിതു. ഞാൻ ബ്രഹ്മാത്മജനായി ജനിച്ചുകൊണ്ടിന്നിഹ നാരദനായി ഭവിച്ചിതു. ചിത്രം മഹദർശനത്തിനാൽ ഭക്തിയാൽ മർത്യർക്കു സർവം സഫലം എന്നീ അർത്ഥം. സർവാത്മകനായി പരബ്രഹ്മമൂർത്തിയായി നിർവാണരൂപനായി നിശ്ചലാത്മാവായി വിഷ്ണുവായി കൃഷ്ണനായി ത്വദ്ബന്ധുവായിക്കൊണ്ടു വൃഷ്ണിവംശത്തിൽ ജനിച്ച ഭഗവാന്റെ ഭക്തനായുള്ള നിനക്കിനി എന്തൊന്നു മുക്തി സിദ്ധിപ്പാനിതിന്മീതേയില്ലൊന്നും. സർവകർമ്മങ്ങളും കൃഷ്ണൻ കലർപ്പിക്ക സർവദാ ചെയ്യുക വേണ്ടുന്നതു നീയടു. എന്നാൽ നിനക്കു സകലവും ശ്രേയസ്സായി വന്നുകൂടും അതിനില്ലൊരു സംശയം. സർവകർമ്മങ്ങളും കൃഷ്ണൻ കലർപ്പിക്ക സർവദാ ചെയ്യുക വേണ്ടുന്നതു നീയടോ. എന്നാൽ നിനക്കു സകലവും ശ്രേയസ്സായി വന്നുകൂടും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തു മഹാമുനി നാരദൻ. നന്നായി തെളിഞ്ഞു തൊഴുതു ധർമാത്മജൻ. നാരദനേവം അരുൾ ചെയ്തതുപോലെ സാരനാം വ്യാസാത്മജൻ പരീക്ഷിത്തിന്നു സാമോദമാശു കേൾപ്പിച്ചതുപോലെ അങ്ങാമോദമോടു സൂതൻ മുനിമാരോടും കേൾപ്പിച്ച പോലെയൊട്ടൊട്ടു പറഞ്ഞു ഞാൻ. കേൾപ്പാൻ അപേക്ഷയുണ്ടെങ്കിൽ ഇന്നും ചൊല്ലാം. യുദ്ധം പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം ആനന്ദിച്ചിരുന്നിതെല്ലാവരും. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ സപ്തമസ്കന്ധ സമാപ്തഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണ 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 നാരായണ. ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തീസുതാപാലനം ഏതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.